അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാക്കി നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ആണ്. എനിക്ക് ഇൻ ബിറ്റ്വീൻ അത് റെക്കോർഡ് ചെയ്യുന്നതിന് ഇടയ്ക്കൊരു ഇത് വന്നുകൊണ്ടാണ് നിർത്തിയത്. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതി നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? That volume of oxygen would be required to burn completely 2 ml of acetylene, that is C2H2, and what would be the volume of carbon dioxide form? അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് O2വിന്റെ വോളിയം കണ്ടുപിടിക്കണം, അതുപോലെ കാർബൺ ഡയോക്സൈഡിന്റെ വോളിയം കണ്ടുപിടിക്കണം. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി എന്താണ് ഇക്വേഷൻസ് തന്നിരിക്കും, ചിലതിൽ തരത്തില്ല. അപ്പൊ ഇതിനകത്ത് തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളായിട്ട് ഇക്വേഷൻ എഴുതണം. ഈ ഇക്വേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ താഴോട്ടുള്ളതെല്ലാം തെറ്റിപ്പോകും. സോ ഇതിന്റെ എന്താ, അസറ്റ്ലീൻ ഒരാൾ റിയാക്ടന്റ് ആണെന്ന് മനസ്സിലാവും. അസറ്റ്ലീൻ ദാറ്റ് ഈസ് C2H2. അത് ആരുമായിട്ട് റിയാക്ട് ചെയ്തതാ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്സിജൻ എപ്പോഴും O2 ആയിട്ടേ നിൽക്കത്തുള്ളൂ. കാർബൺ, നൈട്രജൻ ഞാൻ പറഞ്ഞല്ലോ. അതിൽ നിന്ന് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരാളാണ് കാർബൺ ഡയോക്സൈഡ്. സോ ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ ബേൺ ഔട്ട് ചെയ്യുന്ന ഇതൊരു എന്താണ്, ഇതൊരു കമ്പഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ് അല്ലെ. ഇതൊരു കമ്പഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആകുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് H2. ഓർത്തിരിക്കണം ഏത് കമ്പഷൻ റിയാക്ഷൻ എഴുതാൻ വന്നു കഴിഞ്ഞാലും അതിന്റെ കൂടെ H2 ഉണ്ടായിരിക്കും. അതവര് ഇതിന്റെ അകത്ത് H2 ഒന്നും പറയുന്നില്ലെങ്കിലും നിങ്ങൾ നോക്കണം അതൊരു കമ്പഷൻ, ബിക്കോസ് ഇവിടെ ബേണിംഗ് ചെയ്യുന്നുണ്ട്. ബേണിംഗ് ചെയ്യുമ്പോൾ അത് കമ്പഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സാമ്പിൾ ആകുമ്പോൾ അവിടെ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ റഫ് ആയിട്ട് എഴുതുക. ഇനി അടുത്ത നോക്കുന്നത് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന്. ഇത് ബാലൻസ്ഡ് ആണോ നോക്കാം. കാർബണിന്റെ RHSല് പ്രൊഡക്റ്റില് എങ്ങനെയാ നോക്കുക? കാർബണിന്റെ എണ്ണം 2, പ്രൊഡക്റ്റിൽ എത്രയാ? 1. ദെൻ വാട്ട് അബൌട്ട് ഹൈഡ്രജൻ? ഹൈഡ്രജൻ 2 ആണ്. അപ്പുറത്ത് എത്രയാണ്? ഹൈഡ്രജൻ 2 ആണ്. Then what about oxygen? Oxygen it is 2. And what about there? അവിടെ 3 ആണ്. സോ ഇവിടെ ആരൊക്കെ സ്റ്റേബിൾ അല്ല? കാർബണും ഓക്സിജനും സ്റ്റേബിൾ അല്ല. സോ നമ്മൾ അവരെ സ്റ്റേബിൾ ആക്കാൻ പോവാം. അപ്പൊ അതില് ആദ്യം സ്റ്റേബിൾ ആക്കാൻ പോകുന്നത് കാർബണ് നമ്മളാണ് സ്റ്റേബിൾ ആക്കാൻ പോകുന്നത്. അതായത് C2H2 ആണ്. സോ ഇവിടെ എന്താണ്? ഇവിടെ കുഴപ്പമില്ല. അപ്പൊ ഇവിടെയാണ് കുറവ്. ഇവിടെ കുറവുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക? 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു? C2H2 plus O2 gives CO2 plus H2, and we are writing here it plus H2. Did you get? Then അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ചെക്ക് ചെയ്യുക. എന്താണ്? കാർബൺ 2 ആണോ? 2 ആണ്. ദെൻ ഹൈഡ്രജൻ എത്രയാണ്? 2 ശരിയാണ്. ബട്ട് ഓക്സിജൻ എണ്ണം നോക്കിക്കേ, ഇവിടെ O ആണ്. ബട്ട് E2, അതായത് ഇപ്പൊ നമ്മൾ ഇട്ട ആ ഒരു 2ഉം ദെൻ ആ 2 എന്ത് ചെയ്യുന്നു? ആ 2ഉം ഈ ഓക്സിജന്റെ 2ഉം കൂടെ കൂട്ടിയപ്പോ മൊത്തം ഓക്സിജന്റെ എണ്ണം എത്രയായി? 4 ആയി. ഓക്സിജൻ എണ്ണം 4 ആയി. ദെൻ 4 പ്ലസ് ഇതും കൂടെ കൂട്ടുമ്പോ 5 ആയി. ഓക്സിജൻ എണ്ണം 5ഉം 2ഉം ആയി അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തിട്ട് കൊടുക്കണം? ഒരു 5 ഇട്ട് കൊടുക്കണം. സോ നമ്മുടെ അടുത്ത ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? C2H2 plus O2 gives 2CO2 plus H2O. Then നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കും? 5 ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കും? അപ്പം നമ്മളിവിടെ എന്താണ് 5/2 എടുക്കുന്നത്. എന്തുകൊണ്ടാണ് 5/2 എടുക്കുന്നത്? നമ്മളിവിടെ 5/2 എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? കാരണം ഒരു O2 ഡൊണേറ്റ് ചെയ്യുന്നത്, ഒരു O2 2 ഓക്സിജൻ ആറ്റം. ഈച്ച് O2 ഹാസ് 2 ഓക്സിജൻ ആറ്റം. അതായത് ഇതൊരു ഓക്സിജൻ ആറ്റം, അതിൻ്റെ 2 എണ്ണം ഉണ്ട്. അപ്പൊ അടുത്തത് വന്നു കഴിയുമ്പോൾ എത്ര വരും? 4 വരും. അതൻ മൂന്നാമത് വന്നു കഴിഞ്ഞാൽ 6 വരുന്നത്. സോ നമുക്ക് അവിടെ 5 കിട്ടുന്നില്ല, റൈറ്റ്? നമുക്ക് 5 അപ്പൊ കിട്ടുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ? 5/2 എന്ന് വെച്ച് ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യും എന്തുകൊണ്ടാണ് 5/2 എന്ന് എഴുതിയത്. സോ അടുത്ത സ്റ്റെപ്പ്
നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇക്വേഷനിലും ലൈക്ക് മോസ്റ്റ് പ്രോബബിളി മിക്ക ഇക്വേഷൻസിലും നമ്മൾ ഈ ഫ്രാക്ഷൻ ഫോം കണ്ടിട്ടില്ല. ഫ്രാക്ഷൻ ഫോം കാണാത്ത എന്ന് വെച്ചാൽ അവിടെ അവർ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മുടെ ആ ലാസ്റ്റ് ഇക്വേഷന്റെ അകത്ത് ഫ്രാക്ഷൻ ഫോം ഉണ്ട്, 5/2 ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫ്രാക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈങ് ദം വിത്ത് 2 ത്രൂ ഔട്ട് ദ ഇക്വേഷൻ. സോ ഇക്വേഷൻ വിൽ ബിക്കം 2C2H2 പ്ലസ് 5/2 ആയിരുന്നു. അതിലെ 5/2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, 5O2 കിട്ടി. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇപ്പൊ 5O2 gives 2CO2 പ്ലസ് H2O ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇനി ഇതല്ല ഫൈനൽ ഇക്വേഷൻ. ഇതിന്റെ അകത്ത് ഇനി ഇവിടെ 2 ഉണ്ടല്ലോ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ചേഞ്ചസ് ടു 4. സോറി, ഇതൊരു 4 ആയിട്ട് മാറി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം വെദർ എല്ലാം എന്ത് ചെയ്യുന്നു, ബാലൻസ്ഡ് ആയിട്ടുണ്ടോ എന്ന്. ഇനിയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. എത്ര വോളിയം ഓഫ് എന്ത് വേണം, ഓക്സിജൻ വേണം, എത്ര വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് വേണം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കണം. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടന്നത്, what volume of oxygen would be required to burn completely to 200 ml of acetylene. 200 ml of acetylene burn ചെയ്യാൻ നമുക്ക് എന്തേരെ വേണം, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി എല്ലാം തന്നെ തന്നിട്ടുണ്ട്, അതായത് എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്കറിയാം എത്രയാണ്. അക്കോർഡിംഗ് ടു ദ എബോ ഇക്വേഷൻ, നമുക്കിപ്പോ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനില് 2 വോളിയം ഓഫ് അസെറ്റിലിൻ, 2 വോളിയം അസെറ്റിലിന് എത്ര വോളിയം ഓഫ് എന്താ ഓക്സിജൻ വേണം, 5 വോളിയം ഓഫ് എന്താണ് ഓക്സിജൻ O2 വേണം അല്ലെ. ദെൻ ആഫ്റ്റർ കമ്പഷൻ നമുക്ക് എത്ര 4 വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. അതിനോടൊപ്പം നമുക്ക് വാട്ടർ കിട്ടുന്നു. വാട്ടറിന്റെ കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെ മൈൻഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 200 ml അസെറ്റിലീൻ, 200 ml അസെറ്റിലീന് എത്ര ഓക്സിജൻ വേണം, O2 വേണമെന്ന്. ഇവിടെ 2 വോളിയം അസെറ്റിലീന് നമുക്ക് എത്ര വേണം, 5 വേണം. അങ്ങനെയെങ്കിൽ 200 എങ്ങനെ ആയിരിക്കാം, 200 അതായത് വോളിയം ഓഫ് ഓക്സിജൻ, വോളിയം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 5, അതേ ബൈ അസെറ്റിലിന്റെ വോളിയം എത്ര 2 ഇൻറ്റു റിക്വയർഡ് എത്രയാണ് നമുക്ക് വേണ്ടത്, 200 ml. ഓർത്തോണം 200 ml. അപ്പം രണ്ടും ക്യാൻസൽ ചെയ്തു. ദെൻ വി ഗെറ്റ് 500, ദാറ്റ് ഈസ് 500, ദാറ്റ് ഈസ് 500 ml ഓഫ് ഓക്സിജൻ അവിടെ വേണം. മനസ്സിലായോ? 500 ml ഓക്സിജൻ വേണം. ഇനി അടുത്ത നെക്സ്റ്റ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് ഇനി എത്ര വേണമെന്നുണ്ടല്ലോ. ദെൻ ഓക്സിജൻ റിക്വയർഡ്. ദെൻ വാട്ട് അബൌട്ട് ദ കാർബൺ ഡയോക്സൈഡ്? ഇത് നോക്കി, 2 വോളിയം ഓഫ് അസെറ്റിലിന് എത്രയാ പറഞ്ഞിരിക്കുന്നത് അവര്, 2 വോളിയം ഓഫ് അസെറ്റിലിന് അവര് പറഞ്ഞിരിക്കുന്നത്, അയ്യോ 2 വോളിയം ഓഫ് അസെറ്റിലിന് നമുക്ക് 4 ഇക്വേഷനകത്ത് 4 വോളിയം ഓഫ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 അസെറ്റിലിന് നമുക്ക് എന്തേതായിരുന്നു വേണ്ടത്, 2 മോൾ അസെറ്റിലിന് നമുക്ക് 4 കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു വേണ്ടത് അല്ലെ, 4 വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പം ഒരു അസെറ്റിലിൻ എത്രയാ വേണ്ടത്, ഒരു വോളിയം ഓഫ് C2H2വിന് എത്ര കാർബൺ ഡയോക്സൈഡ്, 2 കാർബൺ ഡയോക്സൈഡ് മതി, നേരെ പകുതിയായി. അങ്ങനെയെങ്കിൽ 200 അസെറ്റിലിന് എത്ര വേണം, 2 വേണം. 200 അസെറ്റിലിന് 2 വേണം. അപ്പൊ എത്ര കിട്ടി, 400 ml കിട്ടി. 400 ml കാർബൺ ഡയോക്സൈഡ് എന്ന് കിട്ടി. അപ്പൊ ഓക്സിജൻ എത്രയായിരുന്നു, O2വിന്റെ അളവ് എത്രയായിരുന്നു, O2 അവർക്ക് 500 ml. ദെൻ CO2 എന്ന് പറയുന്നത് 400 ml ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്ന 6 if 6 liters of hydrogen and 5.6 liters of 5.6 liters of chlorine are mixed and they explode. What will be the composition by volume of resulting gas mixtures? അതായത്
6 ലിറ്റർ ഓഫ് ഹൈഡ്രജനും 5.6 ലിറ്റർ ഓഫ് ക്ലോറിനും കൂടെ മിക്സ് ചെയ്ത് അത് എന്ത് എക്സ്പ്ലോഡ് ചെയ്യും. ആൻഡ് വാട്ട് വിൽ ബി ദ കോമ്പോസിഷൻ ഓഫ്, പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അവരുടെ വോളിയം എത്രയാണ് എന്ന്. അപ്പം ഇവിടെ എന്തൊക്കെ മിക്സ് ചെയ്ത് ഹൈഡ്രജൻ H2 പ്ലസ് Cl2, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? HCl ആണ് അല്ലെ, HCl. അപ്പൊ ഇത് രണ്ടും 2 ആയതുകൊണ്ട് ഇവരും ബാലൻസ് ചെയ്യാൻ 2 എഴുതി. അപ്പം ഹൈഡ്രജന്റെ ലിറ്റർ എത്രയാന്ന് പറഞ്ഞാൽ 6 ആണ്. അതായത് ഒരു വോളിയമാണ് ഇവിടെ ഒരു വോളിയമാണ്. ക്ലോറിൻ എത്രയാണ്? 1 വോളിയമാണ്. ദെൻ ഇവിടെ അപ്പം 2 വോളിയമാണ്. സോ അവരുടെ റേഷ്യോ എങ്ങനെയാണ്? 1:1:2 ആണ് അവരുടെ റേഷ്യോ. ദെൻ സിൻസ് 1 വോളിയം, ഒരു വോളിയം ഹൈഡ്രജനും ഒരു വോളിയം ക്ലോറിനും കൂടെ ചേർന്നാണ് ഇവർ പ്രൊപ്പോർഷൻ തന്നത്. അപ്പം ഹൈഡ്രജന്റെ വോളിയം ഇവിടെ എത്രയാ തന്നേക്കുന്നത്? 6 ലിറ്റർ. 6 ലിറ്റർ. ഇവിടെ എത്രയാ? ക്ലോറിൻ 5.6 ആ. 5.6. അതായത് ഒരു ഒരു ലിറ്ററിന് 1 തന്നെ വേണം. അപ്പോൾ ഇപ്പം ഹൈഡ്രജൻ അപ്പൊ 6 ആ തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ 6 തന്നു കഴിഞ്ഞാല് ക്ലോറിൻ എത്രയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? 5.6 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അതിൽ റെസ്റ്റ് ഓഫ് മിച്ചം എത്രയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം 5.6 ലിറ്റേഴ്സ് ഓഫ് ക്ലോറിൻ വിൽ റിയാക്ട് ഓൺലി വിത്ത്, അപ്പം ക്ലോറിൻ എത്രയാണ്? 5.6 ആണ്. ഈ 5.6 ക്ലോറിൻ only react with the 5.6 of H2. Only react with the H2 and they give എത്ര? HCl. HCl ഇത് തരും. എത്രയോ HCl തരും എന്നാണ് പറയുന്നത്. സോ അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ ക്ലോറിനെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു. പക്ഷെ ഹൈഡ്രജൻ എത്രയാണ്? മൊത്തത്തിൽ 6 ലിറ്റർ ആയിരുന്നു. 6ൽ നിന്നും 5.6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.4 ലിറ്റർ റിമൈൻ ചെയ്യുന്നുണ്ട്. സോ 0.4 ഹൈഡ്രജൻ വിൽ റിമൈൻ അൺറിയാക്റ്റഡ്. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് 0.4 ആണ്. സിൻസ് ദ വോളിയം ഓഫ് HCl ഗ്യാസ് ഫോംഡ് ഈസ് സോ ഈസ് ദാറ്റ് ഓഫ് ക്ലോറിൻ. അതായത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എത്രയാന്ന് നമുക്കറിയില്ലല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ കിട്ടിയിരിക്കുന്നതിന്റെ ട്വൈസ് ആയിരിക്കും. നേരത്തെ നമ്മൾ 1 വോളിയം ഓഫ് H2 ആൻഡ് 1 വോളിയം ഓഫ് Cl ചെയ്തപ്പോ നമുക്ക് 2 HCl ആ കിട്ടി, ഇരട്ടി കിട്ടി ഇവരുടെ. അതുപോലെയാണ് മണ്ടയിലും HCl എത്രയാന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടുത്തെ HClന്റെ വോളിയം എത്രയാന്ന് അറിയത്തില്ല. അപ്പൊ അവര് പറയുന്നത് എത്രയാണ്? ട്വൈസ് എടുക്കാനാ. 5.6 into 2, 5.6. 5 into 5 എന്ന് പറഞ്ഞാൽ അല്ല, 5 plus 5 എന്ന് പറഞ്ഞാൽ 10. അതിന്റെ കൂടെ എത്രയാണ്? 0.6 കൂടെ ആഡ് ചെയ്യുക. അതായത് അപ്പൊ നമ്മുടെ വാല്യൂ എത്രയാണ്? 11.2 ലിറ്റേഴ്സ് ഓഫ് അല്ലെങ്കിൽ HCl ആണ് റിമെയിൻ ചെയ്യുന്നത്. ലിറ്റേഴ്സ് ആണ് വോളിയം ഓഫ് HCl ഉള്ളത്. സോ 11.2 ലിറ്റർ ഓഫ് HCl ഉണ്ട്. അതുപോലെ മിച്ചമുള്ളത് എത്രയാണ്? 0.4 ലിറ്റേഴ്സ് ഓഫ് റെസിഡ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചമുള്ള റെസിഡ്യൂവൽ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. സോ അടുത്തത് നിങ്ങളുടെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. അതെന്താണ്? The reactant which is completely used up in the reaction is called limiting reagent or limiting reactant. In example, 2-chlorine is a limiting. അതായത് reactant which is completely used up in a reaction. ഒരു റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ടന്റിൽ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നേരത്തെ എഴുതിയിരിക്കുന്ന അതിൻ്റെ അകത്ത് ഏതായിരുന്നു ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ കംപ്ലീറ്റ്ലി നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തത് കൊണ്ട് അത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് വിളിക്കും. ഇൻ എക്സാമ്പിൾ 2-chlorine, അതായത് 2 ക്ലോറിൻ, ഇതിനകത്ത് Cl2, അത് എന്തിന് എക്സാമ്പിൾ ആണ്? ലിമിറ്റിംഗ് റിയേജന്റിന് എക്സാമ്പിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഞാൻ എഴുതട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വാട്ട് വോളിയം ഓഫ് പ്രൊപ്പെയിൻ ഈസ് ബേൺ ഫോർ എവറി 100 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ഓക്സിജൻ ഇൻ ദ റിയാക്ഷൻ. അതായത് പ്രൊപ്പെയിന്റെ വോളിയം കണ്ടുപിടിക്കുക. അതായത് ഇതുപോലത്തെ നോട്ട് ദ സെയിം ബട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. വാട്ട് വോളിയം ഓഫ് പ്രൊപ്പെയിൻ ഈസ് ബേൺ ഫോർ എവറി 100 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ഓക്സിജൻ ഇൻ ദ റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ പ്രൊപ്പെയിൻ, അതായത് 100 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് എന്താണ് ഓക്സിജൻ ബേൺ ഔട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രൊപ്പെയിന്റെ വോളിയം എന്ന്.
സോ അവരൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മൾ എഴുതണം. ഇത് നോക്കി, ഒരു മോൾ 1 വോളിയം ഓഫ് പ്രൊപ്പെയിനിന് എത്ര വോളിയം ആയിരുന്നു വേണ്ടത്? 5 ഓക്സിജൻ ആയിരുന്നു വേണ്ടത്. സോ ഇവിടെ എത്രയാണ് വോളിയം ഓഫ് നമ്മുടെ ഇക്വേഷൻ? വോളിയം ഓഫ് propane burned for every 100 centimeter cube of oxygen equals to, what will be the volume of propane? Propane volume എത്രയാണ്? 1 divided by volume of oxygen 5 into എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര സെന്റിമീറ്റർ ക്യൂബിലാണ്? 100 സെന്റിമീറ്റർ ക്യൂബിലാണ്. സോ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. 100/5, 100/5 എന്ത് ചെയ്യണം? 20 സെന്റിമീറ്റർ ക്യൂബ് ആണ്. എളുപ്പമാണ്. 100/5 എന്ന് നോക്കുമ്പോൾ 100 സെന്റിമീറ്റർ, 100 അല്ല, 20 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അത് 20 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് പ്രൊപ്പെയിൻ ആയിരിക്കും ബേൺ ചെയ്യുന്നത്. 20 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് പ്രൊപ്പെയിൻ ആയിരിക്കും പ്രൊപ്പെയിൻ ഈസ് ബേൺ ചെയ്യുന്നത് 20 ആയിരിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഫോർത്ത് പ്രോബ്ലം. നാലാമത്തെ പ്രോബ്ലം എഴുതട്ടെ.